ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാനാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ആ മനുഷ്യൻ ജയാറ് ഞങ്ങളെയൊക്കെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന അച്ഛനും ആ കൂട്ടത്തിൽ ചേർന്ന് ഞങ്ങളുടെയൊക്കെ കഴുത്തിഞ്ഞിരിക്കാണോ? അവൻ നിങ്ങളെ ആരെയും ഒന്നും ചെയ്യില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. എന്തുറപ്പ്? എന്തുറപ്പാണ് നിങ്ങൾക്ക്? അവൻ കത്തി ചൂണ്ടിയതും കൊല്ലാൻ ശ്രമിച്ചതും ഒന്നും രഘുവേട്ടൻ കണ്ടിട്ടില്ലല്ലോ. അന്ന് ഇതൊക്കെ കാണേണ്ടതും പരിഹരിക്കേണ്ടതും സുജാതയുടെ മാത്രം ഉത്തരവാദിത്വമായിരുന്നല്ലോ. നാണമില്ലേ രഘുവേട്ട ഇങ്ങനെയൊക്കെ പറയാൻ? കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുന്ന ഈ എംടി കസേരയുണ്ടല്ലോ, അതിന് മാന്യതയുണ്ടോ? നിങ്ങളെ പോലെ ഒരാൾക്ക് ചെന്നിരിക്കാനുള്ള യോഗ്യതയുണ്ടോ ആ എംടി കസേരയ്ക്ക്? അങ്കിളിന്റെ മകനെ സ്നേഹിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഇപ്പൊ അങ്കിള് കാണിച്ചത് അത് കൂടെ നിന്ന് ചതിക്കുന്നൊരു ഏർപ്പാടാ. ഇതിനേക്കാളും ഭേദം ആ ജയാർ തന്നെയായിരുന്നു. അവനൊന്നുമില്ലെങ്കിലും ശത്രുവാണെന്ന് നെറ്റിയില് എഴുതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ചോദ്യം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെ, ചോദ്യം ചെയ്യുമ്പോ ഇത്ര പൊള്ളുന്ന എന്തിനാ? പറയാൻ മാന്യമായ മറുപടി ഇല്ലാത്തത് കൊണ്ടല്ലേ? ഈ നിങ്ങളെ കുറിച്ച് ഞാൻ നാട്ടുകാരോട് മുഴുവൻ അഹങ്കാരത്തോടെ സംസാരിച്ചത്. മകന്റെ സൗകര്യങ്ങളും സമ്പാദ്യവും കണ്ടാൽ കണ്ണു മഞ്ഞളിച്ചു പോവെന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. എങ്കിലും ഒരാളോടും ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. നോക്ക്, ഒരാളും ആവശ്യമില്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ജീവൻ എന്റെ മകനാണ്. ഈ കമ്പനി പേരിലെ ജയാർ എന്താണെന്ന് നോക്ക്. ജീവൻ രഘു. അവന്റെ കമ്പനിക്ക് ഒരു പേര് തീരുമാനിച്ചപ്പോ പോലും അവൻ എന്നെ മറന്നില്ല. ഞാൻ എന്തിനാ ആ സ്നേഹം വേണ്ടെന്ന് വെക്കുന്നത്? എന്റെ മകൻ എന്റെ രക്തമാണ്. ഞാൻ അവനെ സ്വീകരിച്ച ഒരാൾക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനി മേലിൽ ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ഉണ്ടാവാനും പാടില്ല, കേട്ടല്ലോ? ഗംഭീരമായിട്ടുണ്ട് രഘുവേട്ടൻ. രഘുവേട്ടൻ എങ്ങനെയാ ഇത്രയും ഷാർപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതും സ്വന്തം കുടുംബം നശിച്ച് ഇല്ലാതായി നിൽക്കുമ്പോ. പക്ഷെ ഇപ്പൊ ഈ സംസാരിച്ചത് രഘുവേട്ടന്റെ മനസ്സിലെ ആർത്തി പിടിച്ച മനുഷ്യന്. ആ രഘുവേട്ടന് ചുറ്റും നിൽക്കുന്ന ഞങ്ങളെ ആരെയും മനസ്സിലാവില്ല. എനിക്ക് ആരെയും മനസ്സിലാക്കണ്ട. ഞാനേ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. ആകാശം ഇടിഞ്ഞ് തലയിലേക്ക് വീഴും പോലെ തോന്നുക മോളെ. അമ്മയുടെ പ്രതീക്ഷകളൊക്കെ അച്ഛൻ തകർത്തു കളഞ്ഞു. അച്ഛൻ വലിയവനാ, അങ്ങനെയാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മളെ ചതിക്കുന്ന കാര്യത്തിലും രഘുവേട്ടൻ വലിയവൻ തന്നെ.